ചാപ്റ്റർ 7 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. ഈ ചാപ്റ്ററിൽ ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ് എന്നുള്ളതാണ്. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ്, ഇൻഡിവിജ്വൽസ്, ഐറ്റംസ് or objects whose characteristics are being studied. എന്തിനെ കുറിച്ചാണോ പഠിക്കാൻ തീരുമാനിക്കുന്നത് ആ പഠന വിധേയമാവുന്ന മുഴുവൻ വ്യക്തികളെയോ വസ്തുതകളെയോ ഘടകങ്ങളെയോ ചേർന്നതാണ് പോപ്പുലേഷൻ. അങ്ങനെയെങ്കിൽ സാമ്പിൾ എന്ന് വെച്ചാൽ the representative part of the population is known as sample. പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗം, റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനെയാണ് സാമ്പിൾ എന്ന് പറയുക. ഇനി ഈ ചാപ്റ്ററിൽ അടുത്ത ഡെഫിനിഷൻ പറയുന്നത് പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും. ഇപ്പോൾ പോപ്പുലേഷനിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കും പാരാമീറ്റർ ആണ്. അതേസമയം സാമ്പിൾ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കിനെയോ ആണ് സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ, ഈ കാണുന്നതാണ് പോപ്പുലേഷൻ. അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് റാൻഡം സെലക്ഷനിലൂടെ എടുക്കുമ്പോൾ അത് സാമ്പിളായി മാറി. ഇനി ഈ പോപ്പുലേഷനിൽ നിന്ന് അൺനോൺ ആയ കാര്യങ്ങൾ, അതായത് പോപ്പുലേഷൻ്റെ മീന്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര, പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് പാരാമീറ്റർ എന്ന് പറഞ്ഞത്. സാമ്പിൾസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്, അതായത് സാമ്പിളിന്റെ മീന്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ മീഡിയൻ എക്സെട്ര, സാമ്പിൾ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം മെഷർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ +1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ റാൻഡം സാമ്പിളിങ്. 2 തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, എടുത്ത സാധനം തിരിച്ച് വെക്കാതെ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെന്റ്, എടുത്ത സാധനം തിരിച്ചു വെക്കണു എന്നിട്ട് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. അതേസമയം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് വെച്ചാല് എടുത്ത സാധനം നമ്മൾ തിരിച്ചു വെക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കാനുള്ള ഇനി അടുത്ത പോയിന്റ്, n എന്നുള്ള പോപ്പുലേഷൻ സൈസിൽ നിന്ന് സ്മോൾ ലെറ്റർ n സാമ്പിൾ സൈസാണ് നമുക്ക് വേണ്ടതെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് മെത്തേഡില് സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ NCN സാമ്പിൾസ് കിട്ടും. അതേസമയം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലാണ് ചെയ്യുന്നതെങ്കിൽ n⁻n സാമ്പിൾസ് ആണ് വരിക. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ദെൻ ഇനി പറയുന്നത് പ്രോബബിലിറ്റി ടു സെലക്ട് എ സാമ്പിൾ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് ഒരു സാമ്പിള് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാല് 1/NCN ആണ്. അതേസമയം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റില് ഒരു സാമ്പിള് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/N⁻n ആണ്. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് സാമ്പിളിന്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈക്വൽ ടു n-n/n-1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n ആണ്.
അതേസമയം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റില് സാമ്പിൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. ഇനി ഒരു പോയിന്റും കൂടെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വേരിയൻസ് ഓഫ് എക്സ് ബാറിന്റെ എന്താണ്, സ്ക്വയർ റൂട്ട് ആണ്. സെയിം തിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റില് സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. വേരിയൻസ് ഓഫ് എക്സ് ബാറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക എന്ന് വെച്ചാൽ എന്തിന്റെ സ്ക്വയർ റൂട്ട് ആണ്, സിഗ്മ സ്ക്വയർ ബൈ എന്നിന്റെ സ്ക്വയർ റൂട്ട് ആണ്. ഈ വർഷം പറഞ്ഞിട്ടുള്ള ഫോക്കസ് പോയിന്റില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം പഠിക്കാനില്ല. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ തൽക്കാലം അറിയാൻ വേണ്ടി എഴുതിയിട്ടു എന്ന് മാത്രം. ഫർദർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിലോ. ഓക്കെ, അപ്പൊ ഇത്തവണ എന്ത് പഠിച്ചാൽ മതി, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് മാത്രം. ഈ ടോപ്പിക്കിലും ഈ സെക്ഷനിലും സെലക്ടഡ് ആയ ഭാഗം മാത്രം മതി. അത് ഏതൊക്കെയാണെന്ന് വഴിയെ പ്രോബ്ലത്തിലൂടെ പറയാം. ഓക്കെ, ഇപ്പൊ മുഴുവനായിട്ട് പഠിക്കാനില്ല. ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചോദ്യം ഇതാണ്, ഡ്രോ ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം എ പോപ്പുലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2, 3, 4, 5. Find expectation of x bar, variance of x bar, standard error of sample mean. Simple random sampling without replacement. നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ 2, 3, 4, 5 ഇങ്ങനെ പോപ്പുലേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സാമ്പിൾ സൈസ് n എന്ന് വെച്ചാല് 2 എണ്ണം വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് സാമ്പിള് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കണം, വേരിയൻസ് ഓഫ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിൽ പറയുന്ന മറ്റൊരു കണ്ടീഷൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിൽ വേണം നിങ്ങൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ. അതായത് സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിൽ ആവണം. n എന്ന് വെച്ചാല് 1, 2, 3, 4 എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. 4 ഒബ്സർവേഷൻസില് 2 എണ്ണം വെച്ചിട്ടാണ് നിങ്ങൾ സാമ്പിൾസ് സെലക്ട് ചെയ്യേണ്ടത്. 2 എണ്ണം വെച്ചിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റില് 2 എണ്ണം വെച്ചിട്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് എത്ര സാമ്പിൾസ് കിട്ടുന്ന അറിയോ പറഞ്ഞത്, NCN സാമ്പിൾസുകൾ കാണും. തൊട്ടു മുമ്പേ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഫോർമുലാസ് അതിൽ എഴുതിയിട്ടുണ്ട്. സാമ്പിൾസ് എത്ര എണ്ണം വരണം, NCN സാമ്പിൾസ് വരണം. അതായത് 4C2 സാമ്പിൾസ് കാണും. 4C2 പറഞ്ഞാല് വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ആണ് വരിക. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം കാണും, 6 സാമ്പിൾസ് നമുക്ക് കാണണം. സോ ഞാൻ ഇവിടെ എഴുതിയിടുന്നു. ആദ്യത്തെ സാമ്പിള് നോക്കൂ, ആദ്യത്തെ സാമ്പിൾ നമുക്ക് 2 എണ്ണം വെച്ചിട്ട് സെലക്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ 2, 3 ഇങ്ങനെ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ സാമ്പിൾ നോക്ക്, 2, 3 എടുത്തു. ഇനി എന്തെടുക്കാം, 2ഉം 4ഉം എടുക്കാം. നെക്സ്റ്റ് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2ഉം 5ഉം സെലക്ട് ചെയ്യാം. അപ്പൊ 3 എണ്ണം കിട്ടി. ഇനി നാലാമത്തത് 3, 4 സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് 1, 3, 5. Then sixth sample 3 വെച്ചിട്ട് 4 ഗ്രൂപ്പ് ചെയ്തു, 5 സെലക്ട് ചെയ്തു. ഇനി എന്തേ ഉള്ളൂ, അടുത്ത 2 എണ്ണം വെച്ചിട്ടുള്ള ഗ്രൂപ്പിംഗിൽ എന്താ നോക്ക്, 4, 5. 2 എണ്ണം വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയണു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എന്നിന്റെ സൈസ് 4, n സ്മോൾ ലെറ്റർ n നിങ്ങൾ 3 എണ്ണം വെച്ചിട്ടാണ് സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ 2 എണ്ണത്തിന് പകരം എന്തായി മാറും,
3 ഒബ്സർവേഷൻ ആയി മാറും. 2, 3, 4 സെലക്ട് ചെയ്യും, 2, 3, 5 സെലക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ 2 എണ്ണത്തിന് പകരം എന്തായി മാറും? 3 3 മാറും. NCN വെച്ചിട്ട് 6 എണ്ണം 6 സാമ്പിൾസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ 6 എണ്ണമാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. 6 സാമ്പിൾസ് ക്ലിയർ ആയിട്ടുണ്ടാവും കരുതണോ. ഇനി നമുക്ക് വേണ്ടത് എന്താ അറിയോ? സാമ്പിളിന്റെ മീന് വേണം. അപ്പൊ ഇനി കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളിന്റെ മീന്. സാമ്പിൾ മീനിനെ നമ്മൾ എന്ത് വിളിക്കണു? എക്സ് ബാർ വേണം. ഇപ്പൊ എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുക? സാമ്പിള് 2ഉം 3ഉം ആണ്. 2 + 3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോ എന്ത് കിട്ടും? 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോ 5 ആണ്. ഇനി മീനല്ലേ വേണ്ടത്. അപ്പൊ എത്ര ഒബ്സർവേഷൻ കൂട്ടി? 2 ഒബ്സർവേഷൻ കൂട്ടി. അപ്പൊ 5/2 5/2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോ 2.5. ദെൻ അടുത്ത സെറ്റിന്റെ മീൻ ഒന്ന് കണ്ടുപിടിക്കൂ. 2ഉം 4ഉം കൂടെ കൂട്ടി അപ്പൊ 6 ആണ്. 6 എത്ര ഒബ്സർവേഷനെ കൂട്ടി? 2 ഒബ്സർവേഷനെ കൂട്ടി. അപ്പൊ 6/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3. ദെൻ 2ഉം 5ഉം കൂടെ സം ചെയ്തു അപ്പൊ 7 ആണ്. 2 ഒബ്സർവേഷൻ ആണ് കൂട്ടിയത്. അപ്പൊ /2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 3.5. അതുപോലെ 3 + 4 ചെയ്യുമ്പോ എത്ര വരും നമുക്ക്? 7. 7/2 7/2 പറയുമ്പോ ഇവിടെയും എന്ത് തന്നെയാണ് ആൻസർ? 3.5. 3ഉം 5ഉം കൂടെ കൂട്ടുക അപ്പൊ 8. 8/2 8/2 ആവുമ്പോ എന്താ ആൻസർ? 4. 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോ 9. 9/2 9/2 ചെയ്യുമ്പോ എത്ര കിട്ടും ആൻസർ? 4.5. എന്നിട്ട് 2.5 + 3 + 3.5 + 3.5 + 4 + 4.5 ഇതെല്ലാം കൂടെ സം ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 21 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു ഈ മീനിന്റെ ടോട്ടല്, മീനിന്റെ സാമ്പിൾ മീൻ എക്സ് ബാർ ഇല്ലേ, ഇതില് നമ്മളുടെ എക്സ് ബാർ. അപ്പൊ എക്സ് ബാറിന്റെ ടോട്ടൽ എത്രയാ? 21 ആണ്. ഇനി എക്സ്പെക്ടേഷൻ പറഞ്ഞാലും മീനാണല്ലോ. അപ്പൊ 21 എത്ര എണ്ണത്തിന്റെ ടോട്ടലാണ്? 21. 1 2 3 4 5 6 6 എണ്ണത്തിന്റെ ടോട്ടലാണ്. അപ്പൊ 21/6. 21നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്ത് നമുക്ക് ആൻസർ കിട്ടും? 3.5 ആണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ആണ്. പിന്നെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. അപ്പൊ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് ബാറിന്റെ ഫോർമുല സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിലെ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് വെച്ചാല് n-n/n-1 ഇൻറ്റു σ²/n ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഇനി അറിയാൻ ഉള്ള കാര്യം ഏതാണ്? സിഗ്മയാണ് കേട്ടോ. അപ്പൊ ആ σ² കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് σ² ഈക്വൽ ടു σ² എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാ? ഈ ഓരോ ഒബ്സർവേഷന്റെയും സ്ക്വയർ നോക്കുക കേട്ടോ. 2ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത വാല്യൂ നോക്കൂ 3ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത വാല്യൂ 4ന്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വാല്യൂ 5ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്ര ആളുണ്ട്? 4. 1 2 3 4 മൈനസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ബൈ 4ന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ ഓരോ ഒബ്സർവേഷന്റെയും സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ. അതായത് അരിത്തമെറ്റിക് മീൻ എല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് വെച്ചില്ലേ അതിന്റെ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 ഓരോന്നിന്റെ സ്ക്വയർ ആണ് കേട്ടോ ഇത് ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ബൈ 4 ഇതേ ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എത്ര? 3.5 ആണ് അതിന്റെ സ്ക്വയർ.
ഇതെല്ലാം കൂടെ സം ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.5 കിട്ടും. മൈനസ് 3.5ന്റെ സ്ക്വയർ എത്രയാ? 12.25 ആണ്. ഇതിൽ നിന്ന് 12.25 മൈനസ് ചെയ്യുമ്പോൾ 1.25 ആണ് ആൻസർ. ഇതിൽ സിഗ്മ സ്ക്വയർ നമുക്ക് കിട്ടിയത് 1.25 ആണ്. ഈ കിട്ടിയ വാല്യൂ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈക്വൽ ടു n, ക്യാപിറ്റൽ ലെറ്റർ n പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ഉണ്ട്? 4 മൈനസ് സ്മോൾ ലെറ്റർ n വെച്ചാൽ നിങ്ങൾ എത്ര എണ്ണം വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എത്ര എണ്ണാണ്? 2 എണ്ണം വെച്ചിട്ട് ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് പറഞ്ഞാല് 4 മൈനസ് 1. ക്ലിയർ? സിഗ്മ സ്ക്വയർ നമ്മൾ തൊട്ട് മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1.25 ആണ്. ഡിവൈഡഡ് ബൈ n എന്ന് വെച്ചാല് 2 ആണ്. സ്മോൾ ലെറ്റർ n ആണ്. ആ വ്യത്യാസം നോക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 4ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 2/3, 4ൽ നിന്ന് 1, 2/3 ഇൻറ്റു 1.25/2. രണ്ട് ഭാഗത്തും 2 ഉണ്ട്. കട്ട് ചെയ്തു. 1.25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4166 ആണ് ആൻസർ. വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇതാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.4166 ആണ് വേരിയൻസ് ഓഫ് എക്സ് ബാറിന്റെ സ്ക്വയർ റൂട്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.648. അപ്പോ നിങ്ങളോട് ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ബാർ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല. ജസ്റ്റ് മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഏത് വരെ കണ്ടുപിടിച്ചാൽ മതി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത് നിർത്തിയില്ലേ? ആ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ വരെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അടുത്തൊരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതില് ഫോക്കസ് പോയിന്റിൽ എവിടെയാണോ പറഞ്ഞത് അത് വരെ ചെയ്ത് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. ചോദ്യം: യൂസിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്, select sample of size 3 from the data 2, 3, 4, 5. Write all possible samples. Second question, find the sample mean x bar. ചോദ്യം ഇങ്ങനെയാണ്: 2, 3, 4, 5 ആണ്. ഇതിൽ നിന്ന് ഇതാണ് നമ്മളുടെ പോപ്പുലേഷൻ. n എന്നുള്ള പോപ്പുലേഷൻ 2, 3, 4, 5 ആണ്. അപ്പൊ എണ്ണ എത്ര ഉണ്ട്? 4 എണ്ണാണ് ഉള്ളത് കേട്ടോ. പോപ്പുലേഷൻ n 4 എണ്ണാണ് ഉള്ളത്. ഇതിൽ നിന്ന് എത്ര എണ്ണം സെലക്ട് ചെയ്യണം? സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാല് 3 എണ്ണം വെച്ച് സെലക്ട് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏത് മെത്തേഡ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. ഈ മെത്തേഡ് ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 4 എണ്ണം ഉള്ളതില് 3 എണ്ണം വെച്ച് സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ ആൻസറിൽ എത്ര സാമ്പിൾസ് കാണണം? 4C3, അതായത് NCN സാമ്പിൾസുകൾ കാണണം. 4C3 എന്ന് പറഞ്ഞാൽ എത്രയാ വാല്യൂ? 4 ആണ്. നമുക്ക് എത്ര എണ്ണം കിട്ടും? 4 എണ്ണം കിട്ടും. അപ്പൊ ആദ്യത്തത് സെലക്ട് ചെയ്യണു ഞാന്. 2, 3, 4 ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു കേട്ടോ. 2, 3, 4 3 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്തു. അടുത്തത് 2, 3, 5 2, 3, 5 ഇത് 2 എണ്ണം. 4 ഒഴിവാക്കിയിട്ട് 5 എടുത്തു. ഇനി 2, 3 കോമ്പിനേഷനിലൊന്നും ഇല്ലല്ലോ. അടുത്ത സാമ്പിൾ എങ്ങനെ വരും? 2, 4, 5. ദെൻ നാലാമത്തെ കോമ്പിനേഷനിൽ എങ്ങനെ വരും? 3, 4, 5. ഇനി 3 എണ്ണം വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇതിലില്ലാത്ത ഐറ്റംസ് ആവണം കിട്ടേണ്ടത്.
അപ്പൊ വരില്ല. NCN 4 ഐറ്റംസേ ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ ഈ 4 ഐറ്റംസേ കാണൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മീന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആ കോളം ഉണ്ടാക്കണം കേട്ടോ. സാമ്പിളിന്റെ മീന് എക്സ് ബാർ. സാമ്പിൾ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? 2 + 3 + 4. അപ്പൊ 2 + 3 + 4 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോ 5, 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോ 9/3. 9/3 എന്ന് വെച്ചാൽ എത്രയാ? 3. അതുപോലെ അടുത്തതും 2 + 3 + 5 അപ്പൊ 10. 10/3. 10/3 എന്ന് പറയുമ്പോ ആൻസർ എത്രയാ? 3.33 ആണ്. നെക്സ്റ്റ് വൺ 2 + 4 + 5 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോ എന്ത് വരും ആൻസർ? 11/3. 11/3 എന്ന് വെച്ചാല് 3.66 ആണ്. ഇത് 11/3 ആണ്. ഇനി 3 + 4 + 5 മൂന്നും കൂടെ സം ചെയ്യുമ്പോ വരുന്ന ആൻസർ 12/3 ആണ്. 12/3 പറഞ്ഞാൽ എത്രയാ? 4. ഇനി ചെയ്യാനുള്ളത് ഈ കോളം ഈ 4 വാല്യൂം കൂടെ സം ചെയ്യണു. 4 വാല്യൂം കൂടെ സം ചെയ്യുമ്പോൾ വരുന്നത് 13.99. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്തു. 13.99 1 2 3 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 13.99 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.49 ആൻസർ വരും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 3.49. ഇതിന് എങ്ങനെ വേണമെങ്കിൽ എഴുതാം? 3.5 എന്നും എഴുതാം. അപ്പൊ ഇത്ര ഭാഗം മാത്രമേ ഫോക്കസ് ഏരിയയിൽ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. If you like the video, please subscribe and press the bell icon.